നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കപ്പലണ്ടി മിഠായി കടകളിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിലും എന്നാൽ അതിനേക്കാളും രുചിയിലും വൃത്തിയിലും നമ്മളുടെ അടുക്കളയിൽ എങ്ങനെയാ ചെയ്യാന്ന് കാണാം. കപ്പലണ്ടിക്ക് ഏതാണ്ട് ബദാമിന്റെ അത്രയും ഗുണങ്ങളുണ്ട്. എന്നാൽ ബദാമിന്റെ 11 വില മാത്രമേ ഉള്ളൂ താനും. അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് കാണാം. ഞാനിവിടെ 3 കപ്പ് പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. ഇനി ചൂടാറിയതിനു ശേഷം അതിന്റെ തൊലി കളഞ്ഞെടുക്കണം. ഇപ്പൊ എല്ലാ കപ്പലിന്റെയും തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തതായി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കണം. ഇനി അതിന് മുകളിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി തേച്ച് പിടിപ്പിക്കണം. അടുത്തായി ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. 1.5 കപ്പ് ചീകിയ ശർക്കര എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണം. ശർക്കരയിൽ എന്തായാലും ശകലം കല്ലും മണ്ണൊക്കെ കാണും. അത് നല്ലതായിട്ട് അരിച്ചെടുത്ത് വേണം ചെയ്യാൻ. ഇപ്പൊ ശർക്കരയൊക്കെ നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഏലക്കാപ്പൊടിയും ചെറിയൊരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് വെക്കണം. ഈ 3 സാധനമാണ് കപ്പലണ്ടി മുട്ടായുടെ രുചി മാറ്റിമറിക്കുന്നത്. ഈ കപ്പലണ്ടി അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കപ്പലണ്ടി പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. ഇത് തണുക്കും തോറും സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ പരത്തി ഷേപ്പ് ആക്കി എടുക്കണം. ഇപ്പൊ കപ്പലണ്ടി ഇളക്കി യോജിപ്പിച്ച് ശർക്കര എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ച് ഈ പരുവായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒട്ടും സമയം കളയാതെ ചൂടാറാതെ തന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ഫോയിൽ പേപ്പറിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അതിനെ ഇതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. അടുത്തായിട്ട് അതിനെ ഒരു ചപ്പാത്തി റോളർ എടുത്ത് അതിൽ ശകലം നെയ്യൊക്കെ തടവി ഇതുപോലെ പരത്തി കൊടുക്കണം. ഇനി സൈഡുകളിൽ നിന്നും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാ സൈഡും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ആ റോളർ വെച്ച് വീണ്ടും നന്നായി പ്രസ് ചെയ്ത് കനം കുറച്ചെടുക്കണം. നമുക്ക് മാക്സിമം ഒരു 1/2 ഇഞ്ച് കനം മാത്രമേ ആകാവൂ. ഒരുപാട് കനം കൂടിയാലും കൊള്ളത്തില്ല. എല്ലാം നന്നായി പരത്തിയതിനു ശേഷം ചൂടോടുകൂടി തന്നെ അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഇളകിപ്പോവും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് സെറ്റായിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. വിശദമായ റെസിപ്പിക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.